ഹായ്, എല്ലാവർക്കും നമസ്കാരം. edu.id എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ക്ലാസ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റലിലെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഭാഗമാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് സൂക്ഷിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് പോകാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഒരു മെറ്റലിന്റെ യാന്ത്രികമായ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലെ ആദ്യത്തേതാണ് ഡക്റ്റിലിറ്റി. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യത്തേതാണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: it is the ability of a metal, it is the ability എന്ന് പറഞ്ഞാൽ കഴിവ്, it is the ability of a metal by which it can be drawn out into wires. It can be drawn out into wires without rupture. ഇതാണ് ഡെഫിനിഷൻ പറയുന്നത്. എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഔട്ട് ഇൻ ടു വയേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയ വാക്ക് ഇതാണ്, drawn out into wires by which it can be drawn out into wires without rupture. എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ, ഒരു മെറ്റലിനെ നമുക്ക് ചെറിയ വയറുകളായിട്ട്, അതായത് ഡയമീറ്റർ കുറഞ്ഞ വയറുകളായിട്ട്, നാരുകളായി വലിച്ചു നീട്ടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഒരു മെറ്റലിനെ നമുക്ക് വലിച്ചു നീട്ടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ കഴിവിനെ, അതാണ് ഡ്രോൺ ഔട്ട് ഇൻ ടു വയേഴ്സ്, വയറുകളുടെ ഫോമുകളിൽ വലിച്ചു നീട്ടി എടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഇങ്ങനെ ഒരു അച്ചിനകത്തൂടെ നമ്മള്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓറിഫൈസിലൂടെ നമ്മൾ ഒരു മെറ്റലിനെ കടത്തി വിടുന്നു എന്ന് കരുതുക. തിരിച്ചതിനെ നമുക്ക്, ഈ കടത്തിവിടുന്ന മെറ്റലിനെ ഇങ്ങനെ ചെറിയ വയറുകളുടെ ഫോമിലോട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? അപ്പോൾ ഡയമീറ്റർ കുറഞ്ഞൊരു മെറ്റലിനെ നമുക്ക് വലിച്ചു നീട്ടി, ടെൻസൈൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിച്ചു നീട്ടി എടുത്തുകൊണ്ട് ചെറിയ വയർ ഫോമുകളിലോട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, അലൂമിനിയം ആൻഡ് കോപ്പർ ആർ good examples of ductile metals. അപ്പൊ ഡക്റ്റിലിറ്റി കൂടിയ രണ്ട് മെറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ് അലൂമിനിയവും കോപ്പറും. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തത് ഡക്റ്റിലിറ്റി. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലെ അടുത്തത്, രണ്ടാമത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് മാല്യബിലിറ്റി. Malleability എന്ന് പറഞ്ഞാൽ it is the property of a metal. It is the property
സവിശേഷത എന്നാണ് അർത്ഥം. പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ by which it can be extended to any shape, any direction, extended to any direction without rupturing, rupture എന്ന് പറഞ്ഞാൽ കേടുപാടുകൾ എന്നാണ് അർത്ഥം. റപ്ചർ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഇതാണ് malleability. എന്താണ് malleability? It is the property of a metal by which it can be extended to any direction without rupturing by hammering or rolling. ഇതാണ് definition. It is the property of a metal by which it can be extended in any direction without rupture by hammering or rolling. അതായത് നമ്മളൊരു ഹാമർ ഉപയോഗിച്ച് അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റോളർ ഉപയോഗിച്ചുകൊണ്ടോ ഒരു മെറ്റലിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യിക്കാൻ, പല സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ സാധിക്കുമെങ്കിൽ, അതായത് അതിന്റെ കനം കുറച്ചുകൊണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ, ഇപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പീസ് ആണെങ്കിൽ അതിനെ നമുക്ക് ഹാമറിങ് ചെയ്തുകൊണ്ട് അതിനെ അടിച്ചു പരത്തി ചെറിയ ഒരു ഷീറ്റാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ ആ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാല്യബിലിറ്റി എന്ന് പറയുന്നത്. അടിച്ചു പരത്തി എടുക്കാനുള്ള കഴിവിനെയാണ് മാല്യബിലിറ്റി എന്ന് പറയുന്നത്. ഒരു മെറ്റലിനെ നമുക്ക് അടിച്ചു പരത്തി അതിനെ പല ഭാഗങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിൽ, എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ കനം കുറച്ചുകൊണ്ട് അതിന്റെ വലിപ്പം കൂട്ടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ മാല്യബിലിറ്റി എന്ന് പറയുന്നത്. മാല്യബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തി എടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്തുകൊണ്ട് ഒരു മെറ്റലിനെ പല ഡയറക്ഷനിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ മാല്യബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, lead is an example of malleable metal. Lead is an example of malleable metal. Okay, അപ്പൊ എക്സാമ്പിളുകൾ കൃത്യമായി പഠിക്കുക. lead is an example of malleable metal. ഇനി അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഏതൊന്ന് പഠിക്കാം. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആണ് ഹാർഡ്നെസ്. എന്താണ് ഹാർഡ്നെസ്? നമുക്ക് ആ വാക്കിൽ തന്നെ ഉണ്ട്, ഹാർഡാണ്. ഹാർഡായ ഒരു മെറ്റലിനുള്ള കഴിവാണ് എന്ത്? It is the ability of a metal. It is the ability of a metal to resist or withstand. ചെറുക്കുകയോ അതോ അല്ലെങ്കിൽ വഹിക്കുകയോ ചെയ്യാനുള്ള കഴിവ്. എന്തിനെ? കട്ടിംഗ്, അബ്രേഷൻ ആൻഡ് ഇൻഡന്റേഷൻ. അതായത് ഒരു മെറ്റലിൽ അഫക്ട് ചെയ്യുന്ന കട്ടിങ്ങിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉരസലിനെ, സ്ക്രാച്ചിങ്. അബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഉരസൽ എന്നാണ്. ഉരസൽ മൂലം ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ, അല്ലെങ്കിൽ കട്ടിങ് മൂലം ഒരു മെറ്റലിന് അതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാർക്കിംഗ് ചെയ്യുന്നു, ഒരു ഹോൾ പോലെ മാർക്കിംഗ് ചെയ്യുന്നു, അതിനാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ വഹിക്കാൻ ഉള്ള ഒരു മെറ്റലിന്റെ കഴിവിനെയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. കട്ടിംഗ്, അബറേഷൻ, ഇൻഡന്റേഷൻ, ഇങ്ങനെ ഒരു മെറ്റലിനുണ്ടാകാവുന്ന, അതിന്റെ സ്ട്രക്ചറിനുണ്ടാകാവുന്ന കേടുപാടുകളെ ചെറുക്കാനുള്ള ഒരു മെറ്റലിന്റെ കഴിവിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഹാർഡ്നെസ് ഏറ്റവും കൂടുതലുള്ള ഒരു മെറ്റലിന് അല്ലെങ്കിൽ മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ് ഡയമണ്ട്. is an example of
Example of hard metal. Hard metal. Diamond is an example of hard metal. Okay. ഇനി അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാം. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ അടുത്ത പഠിക്കുന്നത് ബ്രിട്ടിൽനെസ് ആണ്. ബ്രിട്ടിൽനെസ് എന്താണ് ബ്രിട്ടിൽനെസ്? അപ്പോ ഒരു മെറ്റലിന് പെട്ടെന്നുണ്ടാകുന്ന ഷോക്കോ അല്ലെങ്കിൽ ഇമ്പാക്റ്റോ മൂലം പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രഷർ വ്യതിയാനം അല്ലെങ്കിൽ അതിലോട്ടുണ്ടാകുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് മുഖാന്തരം പൊട്ടിപ്പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. ഒരു മെറ്റലിന് പൊട്ടിപ്പോകാനുള്ള അതിന്റെ കഴിവിനെയാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ. Property of a metal to break without showing any permanent distortion before breaking. Okay, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ടു ബ്രേക്ക് വിത്തൗട്ട് ഷോയിങ് എനി പെർമനന്റ് ഡിസ്റ്റോർഷൻ ബിഫോർ ബ്രേക്കിംഗ്. അതായത് എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ടെൻഡൻസി മൂലം ഒരു മെറ്റലിന് ബ്രേക്ക് ആവാനുള്ള കഴിവ്, അതായത് പൊട്ടിപ്പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. ഒരു മെറ്റലിന് പൊട്ടിപ്പോകാനുള്ള കഴിവിനെയാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. എങ്ങനെ പൊട്ടിപ്പോകാൻ? വിത്തൗട്ട് ഷോയിങ് എനി പെർമനന്റ് ഡിഫോർമേഷൻ ബിഫോർ ബ്രേക്കിംഗ്. ബ്രേക്കിങ്ങിന് മുമ്പ് പൊട്ടിപ്പോകാൻ തുടങ്ങുന്നതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു വ്യതിയാനമോ കാണിക്കാതെ ഒരൊറ്റ നിമിഷം കൊണ്ട് എന്തെങ്കിലും പുറത്തുനിന്നുണ്ടാകുന്ന ഒരു ഫോഴ്സ് മൂലം പൊട്ടിപ്പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ, നമ്മുടെ ഒരു ഗ്ലാസിനെ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ പോകുന്നു എന്നുള്ള ടെൻഡൻസി നമ്മൾ കാണിക്കത്തില്ല, പെട്ടെന്ന് അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോ ഏറ്റവും അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ is an example of brittle metal. Cast iron is an example of brittle metal. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, കാസ്റ്റ് അയണിന്റെ കേസ് പഠിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടിൽനെസ് ഏറ്റവും കൂടുതലുള്ള ഫെറസ് മെറ്റൽ എന്ന ചോദ്യത്തിന് ആൻസർ ആണ് ഇത് കാസ്റ്റ് അയൺ. അപ്പൊ ബ്രിട്ടിൽനെസ് ഏറ്റവും കൂടുതലുള്ള ഒരു മെറ്റലാണ് കാസ്റ്റ് അയൺ. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി പഠിക്കാം. അടുത്ത നമ്മൾ പഠിക്കുന്നു അഞ്ചാമത്തത് ടഫ്നെസ്. എന്താണ് ടഫ്നെസ്? ഓക്കെ, അപ്പോ ആദ്യമേ എന്റെ സെന്റൻസ് അങ്ങ് പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു വിസ്റ്റാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വഹിക്കുക എന്നാണ് അർത്ഥം. ടു വിസ്റ്റാൻഡ് ഷോക്ക് ഓർ ഇമ്പാക്ട്. എന്താണ് സെന്റൻസിന്റെ അർത്ഥം? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു വിസ്റ്റാൻഡ് ഷോക്ക് ഓർ ഇമ്പാക്ട്. പെട്ടെന്നുണ്ടാകുന്ന എക്സ്റ്റേണൽ ആയിട്ടുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഒരു ഹാമർ ഉപയോഗിച്ച് നമ്മൾ മെറ്റലിനെ പെട്ടെന്ന് അടിച്ചാൽ അതിനെ നമുക്ക് ഒരു ഇമ്പാക്ട് എന്ന് പറയാം. അപ്പൊ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഷോക്കോ ഇമ്പാക്റ്റോ മൂലം ഉണ്ടാകാവുന്ന കേടുപാടുകളെയൊക്കെ ചെറുക്കാനുള്ള കഴിവാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഷോക്കിനെയോ ഇമ്പാക്റ്റിനെയോ ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ, വഹിക്കാനുള്ള കഴിവ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മെറ്റലിന്റെ കഴിവാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ
to withstand shock or impact. Shock or impact. Okay. ഇനി നമ്മൾ പറയുന്നു it is opposite to brittleness. It is opposite to brittleness. അതായത് ബ്രിട്ടിൽനെസ്സിന് നേരെ വിപരീതമായ ഒരു പ്രോപ്പർട്ടിയാണ് ടഫ്നെസ്. ബ്രിട്ടിൽനെസ്സിന് നേരെ വിപരീതമായ ഒരു പ്രോപ്പർട്ടിയാണ് ഏത്? ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ടഫ്നെസ് ഏറ്റവും കൂടുതൽ ഒരു മെറ്റലിന് എക്സാമ്പിൾ ആണ് റോട്ട് അയൺ ഈസ് an example of tough metal. Rotten is an example of tough metal. Okay. ഇനി നമുക്ക് അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടി പഠിക്കാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ അടുത്തത് നമ്മൾ പഠിക്കുന്നു ഹാർഡ്നെസ് നമ്മൾ പഠിച്ചു, ബ്രിട്ടിൽനെസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ടെനസിറ്റി ആണ്. ടെനസിറ്റി എന്താണ് ടെനസിറ്റി? അപ്പൊ ശ്രദ്ധിക്കുക, ടെനസിറ്റി എന്നാൽ എന്ത്? ഓക്കെ, പഠിക്കുന്നു നമ്മള്. It is the ability of a metal. It is the ability of a metal to withstand the effect of resist the effect of tensile force. എന്താ അർത്ഥമാക്കുന്നത്? ടെനസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ to withstand or resist the effects of tensile force. Tensile force എന്ന് പറഞ്ഞാൽ വലിവ് ബലം എന്നാണ് അർത്ഥം. ഒരു മെറ്റലിനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് വലിച്ചാൽ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതാണ് വലിവ് ബലം. ഒരു മെറ്റലിനെ നമ്മൾ വലിക്കുകയാണെങ്കിൽ ആ വലിവ് ബലത്തെയാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വലിവ് ബലം മൂലം ഉണ്ടാകാവുന്ന എഫക്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റലിന്റെ കഴിവിനെയാണ് നമ്മൾ ടെനസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മെറ്റലിന്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെനസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിന് എക്സാമ്പിളുകളും കൂടെ പറയണം. റോട്ട് അയൺ, കോപ്പർ and mild steel is an example of the examples of tenacious metals. അപ്പോൾ മനസ്സിലാക്കുക, റോട്ട് അയൺ, copper and mild steel are the examples of tenacious metal. Tenacity ഉള്ള മെറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന മെറ്റലുകൾ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തതായിട്ട് വരുന്നത് ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി എന്താണ് ഇലാസ്റ്റിസിറ്റി? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് the power of a metal to returning to its original shape after the external force
released, after the external force released. Elasticity, it is the power of a metal to returning to its original shape after the removal of external force. അതായത് നമ്മളൊരു മെറ്റലിന് എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകും. മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും മാറ്റം ഉണ്ടാകും. ആ അവസ്ഥാ മാറ്റത്തെയാണ് നമ്മൾ ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു മെറ്റലില് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും. അതിന് എക്സാമ്പിൾ നമ്മൾ പറയാം, ഒരു റബ്ബർ ബാൻഡ്. ആ റബ്ബർ ബാൻഡ് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്താൽ അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും മാറ്റം ഉണ്ടാകും. എന്നാൽ ആ എക്സ്റ്റേണൽ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൊടുത്ത ആ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റല് വീണ്ടും അതിന്റെ പഴയ ഷേപ്പിലേക്ക് തിരിച്ചെത്തുമെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഒരു മെറ്റലിനെ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പഴയ ഷേപ്പിലേക്ക് തിരിച്ചെത്താനുള്ള കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിന് എക്സാമ്പിൾ കൂടി നമ്മൾ പറയുന്നു. സ്റ്റീൽ ആണ്. സ്റ്റീൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലാസ്റ്റിക് മെറ്റൽ. സ്റ്റീൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലാസ്റ്റിക് മെറ്റൽ. നമ്മൾ റബ്ബർ ആണോ എക്സാമ്പിൾ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതിലും ഉപരി എക്സാമ്പിൾ ഉള്ള ഒരു മെറ്റലാണ് സ്റ്റീൽ. ഇലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതൽ ഒരു മെറ്റലാണ് സ്റ്റീൽ. അപ്പോൾ ഒരു മെറ്റലിന് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടുമുള്ള അവസ്ഥയിൽ മാറ്റം ഉണ്ടാകും. നമ്മൾ റബ്ബർ ബാൻഡിനെ പിടിച്ച് വലിക്കുമ്പോൾ അതിന്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന ഷേപ്പ് അല്ല ഇപ്പോൾ ഉള്ളത്. എന്നാൽ ആ പ്രഷർ, ആ ഫോഴ്സ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ഷേപ്പിലേക്ക് തിരിച്ചെത്താനുള്ള ആ മെറ്റലിന്റെ കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇലാസ്റ്റിസിറ്റി എന്ന പ്രോപ്പർട്ടിക്ക് നേരെ വിപരീതമായ ഒരു പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി. ഈ ഇലാസ്റ്റിസിറ്റിക്ക് നേരെ വിപരീതമായ ഒരു പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡീഫോർമേഷൻ സംഭവിക്കുമെന്ന്. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീഫോർമേഷൻ സംഭവിക്കും. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ആ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മളിപ്പോ റബ്ബർ ബാൻഡിൽ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ വലിച്ചാൽ എന്ത് സംഭവിക്കും? ആ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോകും. ആ പൊട്ടിപ്പോകുമ്പോൾ അവിടെ പെർമനന്റ് ആയി അത് പുതിയ ഒരു അവസ്ഥയിലോട്ട് മാറി. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പഴയ ആ ഷേപ്പിലേക്ക് തിരിച്ചെത്തത്തില്ല. അങ്ങനെ പെർമനന്റ് ആയി ഉണ്ടാകുന്ന ഡീഫോർമേഷനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പെർമനന്റ് ആയി ഉണ്ടാകുന്ന ഡീഫോർമേഷൻ, അതിനെ നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. പെർമനന്റ് ഡീഫോർമേഷൻ of a metal by the application of external force. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് മുഖാന്തരം പെർമനന്റ് ആയി ഉണ്ടാകുന്ന ഡീഫോർമേഷനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പെർമനന്റ് ആയി ഉണ്ടാകുന്ന അവസ്ഥാ മാറ്റത്തെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട മെക്കാനിക്കൽ പ്രോപ്പർട്ടീസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിനകത്ത് നമ്മൾ ഇനിയും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി ഫറ്റീഗ്, റെസിലിയൻസ്, അങ്ങനെ സ്റ്റിഫ്നെസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ബേസിക് ആയി പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസുകളുമായിട്ട് അലൈൻ ചെയ്തു വരുന്നതാണ് ബാക്കി പ്രോപ്പർട്ടീസുകൾ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ഇത്രയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ എടുത്ത് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.